തോണ്ടും. എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. പിന്നെ പ്രശ്നം ബെറ്റർ വീട്ടിന്റെ അകത്തിരിക്കുക. ശരിക്കും എനിക്ക് ക്രൗഡ് കാണുക അത്ര ഇഷ്ടം. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതാണ് ശരിക്കും എന്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനായിട്ട് പിന്നീട് അത് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ സത്യം. അല്ലാതെ ഞാൻ നാട്ടുകാരെ വിട്ടിട്ട് ഓടുന്നതല്ല. എന്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്റെ ഒരു കഴിവുകേടാണത്. അതിനങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ആരോടും ദേഷ്യമില്ല. സുഹൃത്തുക്കളെ, എന്താണെന്നറിയില്ല, എനിക്ക് ഈ വിനായകൻ എന്ന് പറയുന്ന ഈ മനുഷ്യനോട് ഭയങ്കര ഇഷ്ടമാണ്. പല കാര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു ഇഷ്ടം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതി കൂട്ടാൻ കേട്ടോ. ഞാൻ പലപ്പോഴും വിനായകനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നല്ല പച്ചത്തെറി കമന്റുകൾ എഴുതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കതിനുള്ള ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ എഴുതിടാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഉന്നത കുലജാത ബോധത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഒരു MP ജയിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് അടുത്ത ജന്മത്തിൽ നമ്പൂരിയായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞ്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ് പൂണൂലിട്ട നമ്പൂരിയായിട്ട് ജനിക്കണമെന്നും അയ്യപ്പനെ സേവിക്കണമെന്നും ആ ഒരു ചങ്ങാതി പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആ ഒരു ചങ്ങാതി നമ്മുടെ പൊതുജനങ്ങളെ ഭൃത്യർ എന്ന, അല്ലെങ്കിൽ വേറെന്ത് പേരുകൂടിയുണ്ട്, ഭൃത്യർ എന്നുള്ള പേരല്ല, പ്രജ എന്ന് പറഞ്ഞ ഒരു പേരൊക്കെ വിളിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേരളത്തില് വിനായകനെ പോലുള്ള ഒരാളുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടാവും എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒന്നാണ്. നോക്കൂ, നമുക്ക് വിനായകന്റെ ഒരു ലൈഫിലേക്ക് നമ്മളൊക്കെ എത്തി നോക്കാം. ഒരു പാട്ടുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസറായിട്ടൊക്കെയാണ് ഈ ചങ്ങാതിയുടെ ആദ്യത്തെ ഒരു വരവ്. നമുക്കെല്ലാവർക്കും മാന്ത്രിക എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. പിന്നീട് ഏറെക്കാലം ഈ മനുഷ്യനാരും കണ്ടിട്ടൊന്നുമില്ല. പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വന്നൊരു മനുഷ്യനാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകനെ പോലെ ആളുകളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടും. അവന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടും. വേണമെങ്കിൽ പറയാം, വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ പേഴ്സണൽ ലൈഫിൽ വൻ പരാജയമാണ്. ഈ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ പരാജയമില്ലാത്ത ആരാണുള്ളത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ തിരികെ ചോദിക്കേണ്ടതാണ് കേട്ടോ. എങ്കിലും പലപ്പോഴും പറയുക പേഴ്സണൽ ലൈഫിൽ വിനായകൻ വളരെ പരാജയമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് ഒരു കലാകാരന്റെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കുന്നത്? നിങ്ങൾ എന്തിനാണ് മമ്മൂക്കയുടെ പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് മമ്മൂക്ക മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നൊക്കെ അറിയേണ്ടത് ആവശ്യം എന്താണ്? മമ്മൂക്ക 5 നേരം നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? മമ്മൂക്കയുടെ ഭാര്യ തട്ടപ്പെടുന്നുണ്ടോന്നോ, മമ്മൂക്കയുടെ മകൻ നിസ്കരിക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ മകന്റെ ഭാര്യ തട്ടമിട്ട് നടക്കാത്തത് എന്താണെന്നോ എന്തിനാണ് നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ആ ഒരു മനുഷ്യൻ ഇവിടുത്തെ ഒരു നടനാണെന്നും അയാൾക്ക് പറ്റുന്ന രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നുണ്ടെന്നും അത് നമ്മളത് ആസ്വദിക്കുന്നുണ്ടെന്നും മാത്രം പോരെ. ഈ കലാകാരന്മാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? നിങ്ങൾ മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തുകൊണ്ടാണ് കുറിയിട്ട് നടക്കുന്നത്, അദ്ദേഹം എന്തിനാണ് വള ധരിക്കുന്നത്, അദ്ദേഹം എന്തിനാണ് സ്വർണ്ണമാല ധരിക്കുന്നത്, അദ്ദേഹത്തിന് എന്തിനാണ് മാല ധരിക്കുന്നത്, അദ്ദേഹം എന്തിനാണ് മുട്ടിന് താഴേക്ക് കണങ്കാലിന് താഴത്തേക്കുള്ള പാൻറ് ഇടുന്നത്? ഇങ്ങനെ ഫാഷനബിൾ ആയിട്ട് നടക്കാൻ പാടുണ്ടോ? ഇസ്ലാമിക വിധി പ്രകാരം ഇങ്ങനെ പാടില്ലല്ലോ. ഭാര്യ എങ്ങനെയൊക്കെ ആൾക്കാരെല്ലാം ഔറത്തൊക്കെ കാണിച്ചുകൊണ്ട് നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് നിങ്ങൾക്ക് ഒരു തരത്തിലും അത്ര കാര്യങ്ങളൊന്നും ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ ആ നാവ് വിനായകന്റെയും എതിരെ പൊങ്ങണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയുക. അപ്പോൾ വിനായകനെതിരൊക്കെ നിങ്ങൾക്ക് കൈകൾ പൊന്തുകയും വിരല് പൊന്തുകയും, എന്നാൽ ആ വിരല് ദിലീപ് ഏട്ടൻ പോലുള്ള ആളുകൾക്കെതിരെ ഒരിക്കലും പൊന്താതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തില് ഒരു പെണ്ണ് കേസ് അതിഭീകരമായിട്ട് അതിലക്കപ്പെട്ടുകയും 8ാം പ്രതിയായിട്ട് മാറുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ നടൻ ദിലീപ്. നമ്മുടെ വിനായക ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ, ഒരു പെണ്ണ് കേസിൽ അകപ്പെടുകയും പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്റെ ചോദ്യമാണേ, ഞാൻ കൃത്യമായി ചോദിക്കുകയാണ്. പ്രതിയാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും നമ്മൾക്ക് മുമ്പോട്ട് വരിക. ഏതെങ്കിലും സെറ്റിൽ വെച്ചിട്ട് മയക്കുമരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ മദ്യം കഴിച്ചിട്ടോ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലേക്ക് വിനായകൻ ചേട്ടൻ മാറിയിട്ടുണ്ടോ? 100% സിനിമാക്കാരോട് ചോദിച്ചാൽ അറിയാം, ഇല്ല. നോക്കൂ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ ഇത്തരം പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ, അതേപോലെ ധൈര്യം കിട്ടായിക നിങ്ങൾക്ക് വിനായകൻ ചേട്ടൻ തോന്നണ്ടേ? അല്ല. ഒരിക്കൽ മീറ്റു എന്ന് പറയുന്ന ഒരു വാക്കുമായി ബന്ധപ്പെട്ട്, വിനായകൻ ചേട്ടൻ പറഞ്ഞ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ട് വിനായകനെ അതിഭീകരമായിട്ട് ചോദ്യം ചെയ്യുന്ന പരിപാടി ഉണ്ടായി. കൈ ചൂണ്ടി ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ. അതേ മാധ്യമ പ്രവർത്തകൻ
ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മുമ്പിലിരുത്തിയിട്ട് പച്ചമുച്ച മടക്കിയിട്ട് ദിലീപേട്ട എന്താ നിങ്ങൾക്ക് സുഖല്ലേട്ടാ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വിനായകനോട് എന്തും ചോദിക്കാം, വിനായകനോട് നിങ്ങൾക്ക് എത്ര അസഭ്യമായ രീതിയിലും സംസാരിക്കാം, വിനായകനോട് നിങ്ങൾക്ക് കൈകൾ ചൂണ്ടിക്കൊണ്ട് വിനായകൻ ചേട്ടനോട് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം എന്ന ഒരു മനോഭാവം ഉണ്ടാകുകയും അത്തരം കൈചൂണ്ടി ചോദ്യങ്ങൾ ഒരു പെണ്ണ് കേസിൽപ്പെട്ട, ഒരു ബലാത്സംഗ കേസിൽപ്പെട്ട, ഒരു പീഡന കേസിൽപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതീയത ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ പേരാണ് ജാതീയത, പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ദിലീപിനെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല. മാധ്യമപ്രവർത്തകർ അത്തരം ചോദ്യങ്ങൾ നാവിന്റെ തുമ്പത്ത് വരില്ല. എന്നാൽ അത്ര നാവിൻ തുമ്പത്ത് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് വിനായകൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മുമ്പിൽ കിട്ടുമ്പോഴാണ്. വിനായകൻ തന്നെ പറയുന്നു, ആരെങ്കിലൊക്കെ ചൊറിയും, ഞാൻ എതിർക്കും, എനിക്ക് ഈ ക്രൗഡിനെ നിയന്ത്രിക്കാൻ അറിയില്ല. അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. നോക്കൂ, ആ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കൃത്യമായിട്ട് പറയുകയാണ്. നോക്കൂ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത്തരം ആളുകളുടെ ഒന്നും പേഴ്സണൽ ലൈഫിലേക്ക് ദിലീപിന്റെയോ കാവ്യ മാധവിന്റെയോ മഞ്ജു വാര്യരുടെയോ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ പേഴ്സണൽ ലൈഫിലേക്ക് ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അതേ മടി നിങ്ങൾ വിനായകൻ ചേട്ടനോട് കാണിക്കണമെന്ന് ഞാൻ പറയുക. അവരൊക്കെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെയാണ് വിനായകൻ ചേട്ടനും. ഇവരൊന്ന് പേഴ്സണൽ ലൈഫ് നിങ്ങൾ നോക്കിയിട്ടല്ല നിങ്ങൾ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ വിനായകന്റെയും പേഴ്സണൽ ലൈഫ് നിങ്ങൾ ആരും നോക്കണ്ട. ഒരു നാറുകൾ നോക്കണ്ട തന്നെ പറയും. അങ്ങനെ കമന്റ് അടിക്കുന്ന നാറുകളോടാണ്, ഒരു നാറുകൾ അത് നോക്കണ്ട. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം ഇവിടെ മലയാളത്തിലെ ചില കറുത്ത നിറമുള്ള നായക നടന്മാരോട്, അല്ലെങ്കിൽ അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന നടന്മാരോട് എന്തോ ചില പ്രത്യേക വൈരാഗ്യം കൊണ്ടു നടക്കുന്ന കുറെ വർഗങ്ങളുണ്ട് ഇവിടെ. കുറെ വെളുപ്പാണ് അല്ലെങ്കിൽ ഉയർന്ന ജാതിയാണ് നല്ലതെന്നൊക്കെ ചിന്തിക്കുന്ന കുറെ പല നാറുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാടുണ്ട്. എന്റെ ചാനൽ താഴെ കമന്റ് അടിച്ച് എന്നെ തെറി പറയുന്ന ഒരുപാട് നാടുകളുണ്ട്, ഒരു സംശയമില്ല. അത്തരം നാടുകളോടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്ന് പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ വിനായകന്റെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ ആരും ഇടപെടണ്ട. ഇവരൊക്കെ സിനിമകൾ മാത്രമാണ്, എന്തു വന്നാലും ഞങ്ങൾ പേട്ടന്റെ സിനിമകൾ ആസ്വദിക്കും എന്ന് പറയുന്നെങ്കിൽ വിനായകന്റെ സിനിമയും ആസ്വദിക്കണം. എന്നാൽ അതേസമയം വിനായകന്റെ ഇത്തരം വീഡിയോസിന് താഴെ നീ വൃത്തികെട്ടവനാണ്, നീ കള്ളുകൂടിയനാണ്, നീ കഞ്ചാവടിയനാണ്, നിന്റെ സിനിമ ഞങ്ങൾ കാണില്ലടാ, നിന്റെ സിനിമ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞ വാക്കൊന്നും നമ്മുടെ മലയാളത്തിലെ മറ്റുള്ള നീ പെണ്ണുപിടിയനാണ്, നീ പീഡകനാണ്, നിന്റെ സിനിമ ഞങ്ങൾ കാണില്ലടാ എന്നുള്ള എഴുത്തൊന്നും പല പേട്ടന്റെയും ഈ ഇത്തരം വീഡിയോയ്ക്ക് താഴെ കാണാനില്ല. അതെന്തുകൊണ്ടാണ്? ഇക്കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് എൻട്രി ചെയ്തിട്ട് അയാളെ പറ്റി സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരാളെ പേഴ്സണൽ ലൈഫിനെ പറ്റി അറിയണ്ട. അയാളൊരു നടനാണെങ്കിൽ എൻ്റെ മുമ്പിൽ അയാൾ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ അഭിനയിച്ച് തീർത്തു പോയാൽ മതി. എനിക്ക് അയാൾ ചെയ്യേണ്ടത് നല്ല വേഷങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കുക എന്ന് മാത്രമാണ്. അത് മതി, അതേ ഞാൻ നോക്കൂ. മറ്റുള്ളൊന്നും നോക്കുന്നില്ലെങ്കിൽ ഇയാളുടെ പേഴ്സണൽ ലൈഫിലേക്കും ഞാൻ എൻട്രി ചെയ്യില്ല. ബൈ.